JP ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പ്രശ്ന സംബന്ധമായ ചില കാര്യങ്ങളാണ്. അതായത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ചില സൂചനകൾ തന്നിരുന്നു. ചോരപ്രശ്നം അഥവാ കള്ളന്മാരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന. അപ്പോൾ അത്തരത്തിൽ തന്നെ ചൊവ്വയെ സംബന്ധിക്കുന്ന രീതിയിൽ കൃഷ്ണീയത്തിൽ വിവരിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയണമെന്നും ആഗ്രഹിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് കരുതിയാണ്. പണ്ട് ഇത് വളരെ പ്രചാരത്തിലിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് അപ്രചാരത്തിലും അല്ലെങ്കിൽ അപ്രധാനമാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേണ്ട വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാനും അറിയാനുമുള്ള ആ ഒരു ജിജ്ഞാസയും പ്രയോജനവും കുറഞ്ഞു പോയതുകൊണ്ടാണ്. ജ്യോതിഷത്തിൽ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ധനം കിട്ടുന്നത്, അതായത് കൂലി കിട്ടുന്നത് ദേവപ്രശ്നത്തിലായതുകൊണ്ട് തന്നെ പ്രശ്നചിന്ത നടത്തുന്നതിൽ നല്ലൊരു ഭാഗക്കാരും, അതായത് ഒട്ടുമിക്കവാറും പേരെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവർ ദേവപ്രശ്നം പ്രധാനമായി കണക്കാക്കുകയും ഓരോ ദിവസത്തേക്ക് നല്ല ഒരു തുക കൂലിയായി, പിന്നെ വണ്ടിക്കൂലി വേറെ, പിന്നെ കൂടെ നിൽക്കുന്നവർക്ക് വേറെ, അങ്ങനെ നല്ല ഒരു തുക കിട്ടുന്ന ഒരു ലാഭകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളോട് പ്രതിപത്തി ഉണ്ടാവുകയും മറ്റ് കാര്യങ്ങളിൽ പ്രശ്നത്തിൽ സംബന്ധിച്ച് വളരെ വേണ്ടാത്ത അല്ലെങ്കിൽ തഴഞ്ഞു കളഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. അപ്പം നമുക്ക് ആ ചോരപ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു കള്ളനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരാളിൻ്റെ അടുക്കൽ വന്ന് ദൈവജ്ഞനോട് അല്ലെങ്കിൽ ജ്യോത്സ്യനോട് സംസാരിക്കുമ്പോൾ കള്ളനെക്കുറിച്ചും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട വസ്തുവിനെക്കുറിച്ചും അതിൻ്റെ സൂചനകളെക്കുറിച്ചുമൊക്കെ അവരെ ധരിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോരപ്രശ്നം. അപ്പോൾ കള്ളൻ്റെ ലക്ഷണം ചൊവ്വയാണ് ഈ ചോരഗ്രഹമായിട്ട് അല്ലെങ്കിൽ കള്ളൻ്റെ ഗ്രഹമായിട്ട് നമുക്ക് കിട്ടിയത് എന്ന് വരികിൽ അതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ യൗവനയുക്തനായിരിക്കും. അതുപോലെ തന്നെ സ്വഭാവത്തിൽ അയാൾ ഒരു ദാനശീലനായിട്ടൊക്കെ കാണുകയും ചെയ്യും. പിത്തപ്രകൃതിയും ചഞ്ചല ഹൃദയനും ആയിരിക്കും. എന്ന് പറയുമ്പോൾ മനസ്സ് ഉറച്ച രീതിയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗകര്യം പോലെ മാറി മറിഞ്ഞ് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ അരക്കെട്ട് വണ്ണം കുറഞ്ഞിരിക്കും, വലിയ വണ്ണമൊന്നും അരക്കെട്ടിന് കാണില്ല. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുക് ഉള്ളയാളായിരിക്കും. ഈ മറുക് എന്ന് പറയുമ്പോൾ ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മുറിവിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും വരുന്നത്. കാരണം തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, ചതവ്, മുറിവ്, ഇങ്ങനെ ഓപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായി ചൊവ്വയ്ക്ക് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു നയനരോഗിയായിരിക്കാം, കണ്ണിന് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഭാര്യ വിഷയത്തിൽ അല്പം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാകാനും മതി. അതുപോലെ ചൊവ്വയാണെങ്കിൽ ഗ്രാമവാസിയാണ് എന്ന് പറയുമ്പം ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി മോഷണ സാധനം ഇരിക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് ലഗ്നം കൊണ്ടും 7ാം ഭാവം കൊണ്ടുമൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ചൊവ്വയാണെങ്കിൽ അത് തീ പിടിച്ച വീട് എന്ന് വേണമെങ്കിൽ, അതായത് പഴയ കാലത്തെ വീടുകളിൽ പലപ്പോഴും അഗ്നിബാധ ഉണ്ടായ സാഹചര്യമൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വീട്, അല്ലെങ്കിൽ അഗ്നിക്ക് പ്രാധാന്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കളയാകാം, പാകം ചെയ്യുന്ന സ്ഥലമാകാം, ഹോമം ചെയ്യുന്ന സ്ഥലമാകാം, അതുപോലെ തീയുമായിട്ട് ഏത് തരത്തിൽ ബന്ധമുള്ള എന്ന് പറഞ്ഞാൽ കൊല്ലന്മാരുടെ ആലയാകാം, തട്ടാൻ്റെ സ്വർണ്ണം ഉരുക്കുന്ന സ്ഥലമാകാം, അതുപോലെ തീയുമായി ബന്ധപ്പെടുന്ന ഏത് വിഭാഗവും ഏത് സ്ഥലവും ആയിട്ടും ഇതിന് ബന്ധം വരാം എന്നുള്ളതാണ്. പിന്നെ സ്ഥലം ചിന്തിക്കുമ്പോൾ ഉച്ചരാശിയിലെ ചൊവ്വയൊക്കെ ആണെങ്കിൽ സാധാരണ സർക്കാരിൻ്റെ സ്ഥലവും അതുപോലെ തന്നെ കെട്ടിടങ്ങളും അതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ വരാം. അതുപോലെ ഒന്നിലധികം നിലകളുള്ള ഉയർന്ന കെട്ടിടം വരാം, ഇങ്ങനെയൊക്കെ ഉള്ള വരാം. സ്വക്ഷേത്രത്തിലാണെങ്കിൽ അത് പറയുന്നത് സ്വന്തക്കാരുടെ വീട് അല്ലെങ്കിൽ ഈ വ്യക്തികളുമായി ബന്ധമുള്ളവരുടെ വീട്. നീചരാശിയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ആ ഒരു ഭാഗവും അത്തരം സ്ഥലങ്ങളും. അതുപോലെ ശത്രുക്ഷേത്രമാണെങ്കിൽ അവരോട് വിരോധമുള്ളവരും അത്തരത്തിലുള്ളവരുടെ പ്ലോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലമോ വീടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. ഇനി മിത്രക്ഷേത്രമാണെങ്കിൽ അത് ബന്ധുക്കളുടെ ആയിരിക്കും, അവരുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആയിരിക്കും എന്നുള്ള.
സ്വക്ഷേത്ര സ്ഥിതി ലഗ്നത്തിലേക്ക് വന്നാൽ, അതായത് സ്വക്ഷേത്രത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വന്നാൽ അത് സ്വന്തം വീട്ടിൽ തന്നെയാണ് എന്നുള്ളതാണ്. സ്ഥിരരാശിയും സ്ഥിരരാശി അംശകവും അതുപോലെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അംശകവും വർഗോത്തമം ഇങ്ങനെയുള്ളതൊക്കെ വന്നാൽ ആ സാധനം വേറെ എങ്ങും പോയിട്ടില്ല, അത് വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള. കള്ളനും വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും. അതായത് ഇവർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്ന വീട്ടിലുള്ളവരാണ്. സാധനവും അവിടെ തന്നെയൊക്കെ കാണും. ചരരാശിയായിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ളത്, അതൊക്കെ ഇവരൊന്നും ആയിരിക്കത്തില്ല, കള്ളൻ ദൂരെ നിന്ന് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്ന് വന്നയാളായിരിക്കും. ഉഭയരാശി അംശകം വരികയാണെങ്കിൽ വീടുമായിട്ട് അടുത്ത് സഹകരിക്കുന്നവരോ പരിസരവാസികളോ ഒക്കെ ആകാനും കൂടെ താമസിക്കുന്നവരാകാനും ഉള്ള സാധ്യതയുണ്ട്. ഇനി കേന്ദ്രത്തിൽ ബലവാനായ ഗ്രഹത്തെ കൊണ്ട് വേണം കള്ളന്മാരുടെ എണ്ണത്തെ പറയാം. അപ്പോൾ കേന്ദ്രത്തിൽ 4, 7, 10 ലഗ്നം ഇങ്ങനെയുള്ള രാശികളിൽ ബലവാന്മാരായിട്ട് എത്ര പേരുണ്ടോ അതനുസരിച്ചാണ് കള്ളന്മാരുടെ എണ്ണത്തെ പറയുന്നത്. ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ, ആരുമില്ലെന്ന് വരികിൽ അതിൻ്റെ അധിപന്മാരെ ചിന്തിക്കുക. ഇനി സ്ഥിരരാശിയായ സ്വജനങ്ങളും ചരരാശിയായാൽ മറ്റുള്ളവരും ദൂരെ നിന്ന് വരുന്നവരും അന്യരുമൊക്കെ ആവാം. ഉഭയരാശിയായാൽ തൊട്ടടുത്ത് താമസിക്കുന്നവരോ അയൽക്കാരോ ആകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന വിഷയം. അതുപോലെ മോഷണ വസ്തു ചരരാശിയായാൽ ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. സ്ഥിരരാശിയായാൽ അവിടെ തന്നെ ആ വീട്ടിലോ ആ പരിസരത്തോ അവിടെ തന്നെ കാണും. ഉഭയരാശിയായാൽ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ മുറ്റത്തോ പറമ്പിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഈ സാധനം കാണും എന്നുള്ളതാണ്. ഇനിയും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ധാതുമൂല ജീവൻ. ഈ ധാതുമൂല ജീവൻ എന്ന് പറയുന്നത്, ധാതുക്കൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ലോഹങ്ങളും അതുപോലൊക്കെയുള്ള രാസവസ്തുക്കളും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വരുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള നാൽക്കാലിയെ മനുഷ്യരെ ഇങ്ങനെയൊക്കെ ഉള്ളത്, അതുപോലെ പക്ഷിമൃഗാദികൾ ഇവരെല്ലാം ആണ് സൂചിപ്പിക്കുന്നത്. മൂലം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സാധനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ സൂചിപ്പിക്കുന്ന അതുപോലുള്ള വൃക്ഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ധാതു ആണെങ്കിൽ, അതായത് ലോഹമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സാധനമായിട്ട് നമ്മൾ കണ്ടെത്തുന്നു എങ്കിൽ ആ വിവരം മേടത്തിലെ ചൊവ്വയാണെങ്കിൽ അത് സ്വർണവും വെള്ളിയും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സാധനമായിരിക്കും. കർക്കിടകത്തിലാണെങ്കിൽ കർക്കിടകത്തിലെ ചൊവ്വ, കർക്കിടകം ഇത് ഓരോന്നും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാശി സ്വഭാവം അനുസരിച്ചാണ്. കർക്കിടകത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ജലരാശിയാണ്. അപ്പോൾ അത് ലിക്വിഡ് രൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള എന്തെങ്കിലും സാധനമായിരിക്കാം. എന്ന് പറഞ്ഞാൽ മെർക്കുറി ആകാം, അതുപോലെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സാധനം എന്ന രീതി മുത്തുകളാകാം, അതുപോലെ ഉരുക്കി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാകാം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി അതങ്ങനെ വിനിയോഗിക്കുന്നതാകാം. ഇനി തുലാൻ രാശിയായാൽ, തുലാൻ രാശിയുടെ നിങ്ങൾക്ക് തന്നെയാണ് ത്രാശാണ്, അത് വ്യവസായത്തെ സൂചിപ്പിക്കുന്നതാണ്, കച്ചവടത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ സാധനം വ്യാപാര ധാതു എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ. അത് സ്വർണ്ണം, വെള്ളി, അലൂമിനിയം ഇങ്ങനെയൊക്കെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വസ്തുക്കളായിരിക്കും. ഇനി മകരത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ അത് ഈയം, ഇരുമ്പ്, തകരം, അതായത് ടിൻ ഷീറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഇനി ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയാൻ ഇപ്പോൾ സ്വർണം, ഇത് നല്ല സ്വർണ്ണമാണോ അല്ലയോ എന്ന് ചോദിക്കാനും അറിയാനും ഒക്കെ പണ്ടത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശുദ്ധമോ അശുദ്ധമോ എന്ന്, അല്ലെ മായമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യാംശകമായ കുജദ്രേകാണത്തെ, അതായത് സൂര്യാംശകമായ ചൊവ്വായുടെ ദ്രേക്കാണത്തെ, ദ്രേക്കാണം എന്താണെന്ന് അറിയാമല്ലോ, ഓരോ 10 ഡിഗ്രി. അപ്പം സൂര്യനും ചൊവ്വായും നോക്കിയാൽ ഇവർ ബലവാന്മാരും കേന്ദ്ര രാശിയിൽ വരികയും ചെയ്താൽ ആ ധാതു, അതായത് ആ ലോഹം പരിശുദ്ധമായതാണ് എന്നുള്ള. അതുപോലെ ചന്ദ്രൻ്റെ ദ്രേക്കാണവും ജലചരമായ ദ്രേക്കാണവും ശുക്രദൃഷ്ടിയും ചന്ദ്രദൃഷ്ടിയും ഇങ്ങനെയൊക്കെ ഉള്ളതും ജലരാശിയൊക്കെ ആയിട്ട് വന്നാൽ ധാതു ശുദ്ധമായ വസ്തു അല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമേന്മ കുറവാണ് എന്നുള്ളതാണ്. ഇനി സ്വർണം, വെള്ളി ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളിൽ ഏതാണ് എന്ന് ചിന്തിക്കുന്ന ചില സൂചനകൾ, ഇത് വളരെ വിശദമായതായതുകൊണ്ട് തന്നെ ഒരുപാട് വിവരിക്കാതെ അത്യാവശ്യം മാത്രം പറയുകയാണ്. ചൊവ്വ ദ്രേക്കാണ് ഉദിച്ച് ഗുരു കുജന്മാർ കേന്ദ്രത്തിൽ വന്നാൽ അത് സ്വർണത്തെ ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ലഗ്നത്തിൽ ഗുരുവിൻ്റെ വർഗം, അതുപോലെ കുജൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി വന്നാലും സ്വർണമായിരിക്കും. ബുധൻ്റെ ദ്രേക്കാണ് ഉദിച്ച്
വ്യാഴം കേന്ദ്രത്തിൽ നിന്നാലും നോക്കിയാലും ബുധനും ചൊവ്വായും കേന്ദ്രത്തിൽ വന്നാലും കൃഷ്ണസ്വർണം എന്ന് പറയുന്നത് നല്ല സ്വർണ്ണമല്ല എന്നുള്ള അതിൻ്റെ പേരങ്ങനെയാണ് കൃഷ്ണസ്വർണം എന്നുള്ളതാണ്. നല്ല തിളക്കമില്ലാത്തതെന്നായിരിക്കാം. അതുപോലെ ലഗ്നത്തിലെ കുജത്തിലേക്കാണത്തെ സൂര്യൻ നോക്കുകയോ ഗുരു കേന്ദ്രത്തിൽ വരികയോ ചെയ്താൽ നല്ല സ്വർണം ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സൂചന തരുന്നത്. ഇനി ചൊവ്വായുടെ തിരക്കാണവും ചന്ദ്രനും ശുക്രനും ശനിയും അവരുടെ ദൃഷ്ടി അങ്ങനെയൊക്കെ വന്നാൽ എന്ത് സാധനമാണെന്ന് ചോദിച്ചാൽ അത് വെള്ളിയാണ് എന്നുള്ളതാണ്. അതുപോലെ ശുക്രൻ്റെ തിരക്കാണും വരിക, ചന്ദ്രൻ കേന്ദ്രത്തിൽ ഉച്ചരാശി ബന്ധുരാശി ഇങ്ങനെയൊക്കെ വന്നാലും ആ സാധനം വെള്ളിയാണ് ശുക്രനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ. അതുപോലെ ശനിയുടെ തിരക്കാണും വരിക, ചന്ദ്രനും ശുക്രനും ബുധനും ദൃഷ്ടി ചെയ്ത് കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ കറുത്ത വെള്ളി എന്ന് അങ്ങനെയാണ്, ശുദ്ധമായ വെള്ളിയല്ല, കറുത്ത വെള്ളി എന്നാ പേര് കൊടുത്തിരിക്കുന്നത്. ബുധൻ്റെ തിരക്കാണവും ഗുരു കേന്ദ്രത്തിൽ അഥവാ ശുക്രനും ചന്ദ്രനും ബലവാനായി 5ലോ 9ലോ ത്രികോണത്തിലാണ് വരുന്നതെങ്കിൽ ശുദ്ധമായ സാധനമാണ് എന്നുള്ളതാണ്. ചെമ്പ് എന്നാണ് അതിന് പറയുന്നത്. ചെമ്പിൻ്റെ കാര്യത്തെ കുറിക്കുന്നത്. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ തിരക്കാണും വരിക, സൂര്യദൃഷ്ടി ലഗ്നത്തിന് വന്നാൽ അതും ചെമ്പിനെ സൂചിപ്പിക്കുന്നതാണ്. കുജൻ്റെ തിരക്കാണവും ബുധനും ഗുരുവും ശുക്രനും ഇതിൽ ഒരാളുടെ അംശകം ബലവാനായ സൂര്യദൃഷ്ടി എന്നിവ ലഗ്നത്തിൽ വന്നാലും അതും ചെമ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ലഗ്നത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും തിരക്കാണം വരികയും ബുധനും ശനിക്കുമായിട്ടൊരു ബന്ധം വരികയും ചെയ്താലും, ചന്ദ്രനോ ബുധനോ സൂര്യനോ ഏതെങ്കിലും ഒന്ന് നോക്കുകയും ചെയ്താലും പറയുന്നത് ചെമ്പാണെന്ന്. ഇനി പൊതുവേ പറയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കുജന് ഗുരുദൃഷ്ടി വന്നാൽ സ്വർണം എന്നുള്ളതാണ് സാധാരണ പൊതുവായി പറയുന്നത്. ശുക്രൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അത് വെള്ളിയെ സംബന്ധിക്കുന്നു, വെള്ളിപ്പാത്രങ്ങളും ഒക്കെ ആയിരിക്കും. ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ ഈ കൊമ്പ്, എല്ല്, തോല്, അതുപോലൊക്കെ ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ്റെ ദൃഷ്ടി വന്നാൽ ഓട്ടുപാത്രവും അതുപോലെ കുപ്പിപ്പാത്രം, സ്ഫടിക പാത്രങ്ങളും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ്റെ ദൃഷ്ടി വന്നാൽ ചെമ്പ് പാത്രം, അതുപോലെ ഉരുളി, അതുപോലെയൊക്കെയുള്ള സാധനങ്ങളെ സൂചിപ്പിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ലോട്ടായെ, കിണ്ടിയെ, അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഓരോ വസ്തുവിൻ്റെ ആകൃതി അനുസരിച്ച് നമുക്ക് എന്ത് സാധനമാണ് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ലക്ഷണവും പറയുന്നുണ്ട്. സൂര്യനാണെങ്കിൽ അത് ചതുരത്തിലുള്ളതായിരിക്കുമെന്നും, ചൊവ്വയാണെങ്കിൽ വൃത്തത്തിലുള്ളത്, നമ്മുടെ വളയും ലോക്കറ്റും ഒക്കെ പോലെയുള്ള സാധനമായിരിക്കുമെന്നും, ചന്ദ്രനാണെങ്കിൽ വൃത്തവും അതിൽ ദ്വാരവും ഉള്ളതായിരിക്കും എന്നും, ബുധനാണെങ്കിൽ ദീർഘചതുരാകൃതിയായിട്ടുള്ള സാധനമായിരിക്കുമെന്നും, ശുക്രനാണെങ്കിൽ ദീർഘചതുരാകൃതിയും അതിസൂക്ഷ്മവുമായത് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിസൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ചതുരത്തിലാണെങ്കിലും അത് വളരെ സൂക്ഷ്മമായ പണികളോട് കൂടിയതായിരിക്കാം എന്നാണ്. വ്യാഴമാണെങ്കിൽ ഉരുണ്ടത് എന്നാണ്. ശനിയാണെങ്കിൽ ദീർഘമായതും മധ്യഭാഗത്ത് ദ്വാരമുള്ളതും ആയിരിക്കും എന്നാണ്. ഇപ്പം ഉദാഹരണം ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ നമ്മൾ ഊഹിച്ചെടുക്കുന്നത്, ഊഹാപോഹപ്പെടും എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് ഊഹിച്ച് വളരെ ബുദ്ധിമാനായ ഒരാൾ പറയുന്ന കാര്യം വളരെ കറക്റ്റായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ചൊവ്വയും ബുധൻ്റെയും യോഗം വന്നു, അപ്പോൾ വൃത്തമാണ്, ദീർഘാകൃതിയാണ്. ശനിയുടെ ബന്ധം വന്നാലോ ആ വൃത്തവും ദീർഘവും വരുമ്പോൾ അതിന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് താക്കോല്. പഴയ താക്കോല്, പണ്ടത്തെ, നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ താക്കോല് സൈസല്ല, പണ്ടത്തെ വീടുകളുടെ താക്കോല്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ഊഹിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അതിസൂക്ഷ്മമായിട്ട് ഇരിക്കുന്നതും ദീർഘാകൃതി ഉള്ളതും ഒക്കെ എന്ന് പറയുമ്പോൾ മാല വേണമെങ്കിൽ പറയാം. അങ്ങനെ പലതും ഊഹിച്ച് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സൂര്യനും ചൊവ്വയും സമചതുരത്തെയും, വ്യാഴം ദീർഘവൃത്തത്തെയും, ബുധൻ ത്രികോണാകൃതിയെയും, ശനിയും രാഹുവും ദീർഘചതുരാകൃതിയെയും, ചന്ദ്രൻ വൃത്തത്തെയും, ശുക്രൻ അർത്ഥവൃത്തത്തെയും ഇങ്ങനെ സൂചിപ്പിക്കുന്നത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് വന്ന് നമ്മളോട് ചോദിക്കുന്നു, അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ആ വസ്തു കൊള്ളാവോ കൊള്ളത്തില്ലയോ, അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളിപ്പം ഈ സാധാരണ വാസ്തുശാസ്ത്ര വിധിപ്രകാരം നമ്മൾ വേണം ആ മറുപടി പറയാൻ പ്രശ്നമാണെങ്കിൽ. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? തെക്കോട്ട് ചരിഞ്ഞ വസ്തു നല്ലതല്ല, അതുപോലെ അഗ്നികോണിലേക്ക് ചരിഞ്ഞ വസ്തു നല്ലതല്ല. പൊതുവേ പറയുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ, വടക്ക് കിഴക്കോട്ടോ ചരിഞ്ഞ വസ്തുവാണ്
ചരിവിൽ നാച്ചുറലായി കിടക്കുന്ന ഭൂമിയിൽ വാസയോഗ്യം ഉത്തമം എന്നാണ് ആ ശാസ്ത്രം പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുവും കറക്റ്റ് ചതുരത്തിലോ ദീർഘചതുരത്തിലോ ഒന്നും ആയിരിക്കത്തില്ല. അതിൻ്റെ ഷേപ്പ് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ വൃത്തമായിരിക്കാം, ചിലപ്പോൾ ഓവലായിരിക്കാം, ചിലപ്പോൾ ത്രികോണമായിരിക്കാം, ചിലപ്പോൾ 5 കോണ് കാണാം. അങ്ങനെ പല വിധത്തിൽ കാണാം. അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ചാൽ ആ വസ്തുവിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ 7-ാം ഭാവം അനുസരിച്ചും അതിൻ്റെ ബന്ധമനുസരിച്ചുമൊക്കെ നമുക്ക് വഴി നിശ്ചയിക്കാം. അത് വഴിയുടെ ഏത് ഭാഗത്താണ് വസ്തു, അല്ലെങ്കിൽ അവിടെ ഒരു വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ദർശനം എങ്ങോട്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിക്കുന്നതെല്ലാം ഇത്തരം കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊഹിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ സ്വർണ്ണമാണെന്ന് ഇപ്പം ഒരാൾ ആ പ്രശ്നത്തിന് വന്നു, അപ്പോൾ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളതിന് പ്രശ്നചിന്തയിൽ പ്രശ്നം വയ്ക്കുന്നു. അപ്പോൾ അത് ധാതുവാണെന്ന് കാണുന്നു, ധാതു ആണെന്ന് കണ്ടാൽ അപ്പോൾ സ്വർണം, വെള്ളി, ചെമ്പ്, ഓട, ഇരുമ്പ് തുടങ്ങിയ വസ്തുക്കളിൽ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ അത് എങ്ങനെയുള്ളതാണ്. ഇപ്പോൾ രത്നത്തിന് സൂര്യദൃഷ്ടി ഉണ്ടെങ്കിൽ ഉരുളിയും ചെമ്പും, ചന്ദ്രദൃഷ്ടിയാണെങ്കിൽ ജലപാത്രം, ഓട്, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളത്. ചൊവ്വയാണെങ്കിൽ മൊന്ത, കയ്യിലെടുത്ത് വെള്ളം കുടിക്കാവുന്ന തരത്തിലുള്ള പാത്രം എന്നാണ്. അതുപോലെ വ്യാഴമാണെങ്കിൽ ലോട്ടാകിണ്ടി എന്നൊക്കെ പറയും. ബുധനാണെങ്കിൽ ചെറിയ കുടം ആണ് സൂചിപ്പിക്കുന്നത്. ശുക്രനാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിയ പാത്രവുമാകാം. അത് ശുക്രൻ്റെ ബന്ധം അനുസരിച്ച് പറയാൻ പറ്റൂ. ശനിയാണെങ്കിൽ അത് ചിലപ്പോൾ മണ്ണുകൊണ്ടുള്ള പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ഏതെങ്കിലും പെട്ടിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ സാധനങ്ങളോ ഒക്കെ ആയിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കിത് നല്ല രീതിയിൽ പഠിച്ച് ഇപ്പോൾ പഠിക്കുന്നവരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പല കാര്യത്തിലും സംശയം വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സംശയം. അങ്ങനെ സംശയം വരുമ്പോൾ ആ സംശയം ദൂരീകരിച്ച് നമുക്ക് ശരിയായ ഒരു കാര്യത്തെ കണ്ടെത്താൻ സഹായിക്കുകയും സാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പ്രശ്നചിന്തയിലെ കൃഷ്ണീയത്തിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുത്തുക. നന്ദി, നമസ്കാരം.